മച്ചാമരെ ഇന്നൊരു കാമ്പൗണ്ട് ഹോളോ ബ്രിക്സ് വെച്ച് നമ്മൾ കെട്ടുന്നുണ്ട് മതിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ഓടയാണ്, റോഡ് സൈഡിലൊരു ഓടയാണ്. അപ്പോൾ ആ ഓടയിൽ നമ്മൾ കോൺക്രീറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ 6 ഇഞ്ച് ഹോളോ ബ്രിക്സ് 20 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മളിവിടെ കെട്ടുന്നത്. കാരണം ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുമ്പോൾ തള്ളാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് നമ്മൾ കാമ്പൗണ്ട് കെട്ടുന്നതാണ് മതിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ അത് ബലം കിട്ടുമോ, 5 അടി ഹൈറ്റിന് നമുക്ക് മതിൽ കെട്ടാമോ എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. നമുക്ക് ഏതൊരു പ്രോബ്ലവും ഇല്ല. കാരണം നമുക്ക് 5 അടി ഇല്ല 6 അടി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ്, ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ല കോൺക്രീറ്റ് ആയിരിക്കണം, നല്ല രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഹോളോ ബ്രിക്സ് 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് അത് നമ്മൾ കെട്ടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും 4 ഇഞ്ച് ഹോളോ ബ്രിക്സ് വെച്ച് മതിൽ കെട്ടുമ്പോൾ സിമൻറ്റ് ശകലം കൂട്ടി തന്നെ ഇട്ട് കെട്ടണം. അതായത് ഒരു 6-1, അതായത് 6 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, അങ്ങനെ സിമൻറ്റ് കൂട്ടിയിട്ട് തന്നെ കെട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഈ മതിലിന് ഫില്ലർ കൊടുക്കുമ്പോൾ നമ്മളൊരു മാക്സിമം ഒരു 7 അടി വീതിക്ക്, അതായത് 7 അടി കണക്കിന് നമ്മൾ ഫില്ലർ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 അടി വീതിക്കാണ് ഫില്ലർ കൊടുത്തിരിക്കുന്നത്. അതും ഇവിടെ കൊടുത്തിരിക്കുന്ന ഫില്ലർ കണ്ടോ, ഒരു ഹോളോ ബ്രിക്സ് നമ്മൾ കുത്തനെ നിർത്തിയാണ് ഫില്ലർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊടുക്കരുത്. കാരണം നമ്മൾ വീടിൻ്റെ മതിൽ ഡിസൈൻ വർക്ക് അങ്ങനെ വല്ല മോഡലായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ കല്ല് കുത്തനെ വെച്ച് ഫില്ലർ കൊടുക്കാവുള്ളൂ. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ മതിലിന് വലിയ അതായത് സാധാ മതിലിൻ്റെ ആ ഒരു ബലം ഇതിന് കിട്ടില്ല. കാരണം ഇതിന് 10 അടി വീതിക്കാണ് നമ്മൾ ഫില്ലർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തത്. സാധാരണ നമ്മളിങ്ങനെ ഫില്ലർ കൊടുക്കില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും മതിൽ കെട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫില്ലർ ഇങ്ങനെ കൊടുക്കരുത്. ഒരു 7 അടി വീതിക്ക് നമുക്ക് ഓരോരോ തൂങ്കട്ടി കൊടുക്കാം. അത് 9 ഇഞ്ചിൻ്റെ കട്ടിയായാലും അല്ലെങ്കിൽ ഒരു ഹോളോ ബ്രിക്സ് ഫുള്ളായിട്ട് 40 സെൻറ്റിമീറ്റർ വീതിക്ക് ഒരു കട്ടി കൊടുത്താലും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പം അവർക്ക് ഇങ്ങനെ തന്നെ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഫില്ലർ കൊടുത്തത്. അപ്പോൾ ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയണം, നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഒരു മോഡലിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫില്ലർ കൊടുക്കാം. അല്ല ഇങ്ങനെ ഫില്ലർ കൊടുക്കുന്നെങ്കിൽ ഒരു 7 അടി അകലം വിട്ട് വേണം നമ്മൾ ഫില്ലർ കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മതിലിന് വേറെ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. ഇത് മതിൽ സ്ട്രോങ് ആണ്, ബലക്കുറവിനൊന്നുമില്ല. പക്ഷേ സാധാ മതിലിൻ്റെ ആ ഒരു ബലം ഇതിന് കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോളോ ബ്രിക്സ് എടുക്കുമ്പോൾ കല്ല് എപ്പോഴും അതായത് ഹോളില്ലാതെ ഫുൾ താവുക്ക് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ ഇപ്പം ഈ ഹോളുള്ള കല്ലുണ്ട്, അതിനേക്കാളും നല്ലതാണ് താവുക്ക് എടുക്കുന്നത്, ഹോളോ ബ്രിക്സ് എടുക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം മൊത്തം 850 ഹോളോ ബ്രിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 2 ദിവസത്തെ കെട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തെ വർക്കുണ്ട്. അപ്പം ഇത് വീഡിയോ കംപ്ലീറ്റും തീർന്നതിൻ്റെ വീഡിയോ ഇടുന്നത്. പിന്നെ ഇവിടെ ഈ ഹോളോ ബ്രിക്സ് ഈ തൂങ്കട്ടിയുടെ അടുത്ത് നമ്മൾ ഓരോരോ ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇനി ഓരോ പൈപ്പ് വെച്ച് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്ത് വെക്കും. കാരണം കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടാൻ. ഇവിടെ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഹോളോ ബ്രിക്സ് കൊടുത്തത്. അതായത് ഈ ഫ്ലോറ് ചരിഞ്ഞ ഫ്ലോറ് കിടക്കുന്ന. അപ്പോൾ അത് കണക്കാക്കി കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. ഓരോ 20 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ ഒരു ഇത് വെച്ചാണ് നമ്മൾ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് വരി 5 വരിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ 20 സെൻറ്റിമീറ്റർ വെച്ച്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ പൈപ്പ് വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ചാന്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഈ മഴ പെയ്ത് ഈ കല്ല് പൊട്ടിപ്പോകും, ഇളകി പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഫില്ലർ മുഴുവനും നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. കാരണം ഫില്ലർ പ്ലാസ്റ്റിങ് ചെയ്ത് ഏറ്റവും കോപ്പിയും പിടിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 2 ദിവസത്തെ വർക്കായി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മളിവിടെ മുഴുവനും കെട്ടി തീർത്തിട്ടുണ്ട്. പിന്നെ ഈ താഴെ കാണുന്നത് നമ്മൾ ആദ്യം കാണിച്ച വീഡിയോ ഇതാണ്. അതായത് 20 സെൻറ്റിമീറ്റർ വീതിക്ക് കെട്ടി നമ്മൾ സൈഡിൽ കവർ ഇട്ടിട്ട് അത് മൊത്തം മണ്ണിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുകൊണ്ട് തള്ളില്ല, അത്രയ്ക്കും പവറായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇവിടെ ഇനി ഒരു ഷെഡ് കെട്ടുന്നുണ്ട്, ഒരു റൂമും ഒരു ബാത്റൂമും ഒരു സ്റ്റോർ റൂമും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും.